എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ദ വലിയ ധനം എന്നും എണ്ണുകയും ചെയ്തു എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് മോശയെക്കുറിച്ചാണ്. ഇവിടെ പറയുന്നത് നമുക്ക് മോശയെക്കുറിച്ച് അറിയാം. ഒരു എബ്രായ ബാലനാണ്. പക്ഷേ അവന് ആ 2 വയസ്സ് അതുവരെയുള്ള കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയപ്പോൾ ഇവനെ കൊലയ്ക്ക് കൊടുക്കാതെ ദൈവം അവനെ കാത്തു സൂക്ഷിച്ച് ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ പഠിച്ച് നല്ലവണ്ണം യുദ്ധാഭ്യാസിയായി നല്ല ധനം എല്ലാമാണ്. ഫറവോൻ്റെ പുത്രി വേറെ വിവാഹം കഴിക്കാതെ ഇവനെ തൻ്റെ സ്വന്തം മകനായിട്ട് മോശയെ വളർത്തി. ഫറവോനടുത്ത രാജാവായിട്ട് തീരേണ്ടവനാണ് ഈ മോശ. പക്ഷെ താൻ വലിയവനായപ്പോൾ തൻ്റെ ജനം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ ഒരു മിസ്രൈമിലുള്ള ആ ഒരു നിക്ഷേപത്തിനേക്കാളും ദൈവമക്കളോടുള്ള കഷ്ടത ഏറെ നല്ലത് എന്ന് കാണുന്നു. അപ്പോൾ അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ എഴുതുകയാണ്: വിശ്വാസത്താൽ അവൻ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, രാജാവിനെ കൊന്നുകളയും എന്നുള്ള ഒരു ഭയമില്ലാതെ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ആ ഒരു ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അടുത്തറിഞ്ഞ മോശെ ഫറവോനെക്കുറിച്ചോ അല്ലെങ്കിൽ അവൻ കൊലപ്പെടുത്തുമെന്നോ ആ ഒരു ഭയമില്ലാതെ ആ ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിന്നു. അല്ലെങ്കിൽ തന്നെ മുമ്പോട്ട് തന്നെ ദൈവം നടത്തുമെന്നുള്ള ആ ഒരു ദൈവത്തിലേക്ക് തന്നെ, ആ പർദീസയിലേക്ക് തന്നെ പോകുവാൻ തൻ്റെ വഴി തിരഞ്ഞെടുത്തതിൽ ഉറച്ചു നിന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെയാണ്. പല പ്രലോഭനങ്ങളും വരാം. ഈ മോശയെപ്പോലെ നമുക്ക് തരിച്ചു നിൽക്കത്തക്ക സാമ്പത്തികങ്ങൾ, ജോലികൾ, അല്ലെങ്കിൽ നല്ലൊരു കല്യാണം, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ചിലപ്പോൾ അല്പം വിശ്വാസത്തിൽ നിന്ന് നമ്മൾ മാറിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീക സഭയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നാം വേറൊരു മതത്തിലേക്ക് നാം മാറുമ്പോൾ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ധാരാളം കിട്ടിയെന്ന് വരാം. ആ സമയത്ത് നാം ഓർക്കേണ്ടത് ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന സ്വത്തെയോ അദൃശ്യനായി നമ്മെ നടത്തി വന്ന ദൈവത്തെയോ എന്ന് നാം നോക്കണം. നാം അദൃശ്യനായി നമ്മെ നടത്തി വന്ന ദൈവത്തെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ലോക ഇൻപങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന സ്വത്തിനോ വേണ്ടി നാം വിശ്വാസത്തെ ത്യജിക്കുകയില്ല. പ്രിയ ദൈവമക്കളെ, നാം ഈ മോശ തൻ്റെ ആ ഒരു മിസ്രൈമിലുള്ള സമ്പത്തിനേക്കാൾ അല്ലെങ്കിൽ ഒരു രാജപദവിയെക്കാളും ഏറെ ദൈവമക്കളോടുള്ള കഷ്ടതകൾ ഏറ്റെടുത്തതുപോലെ നാം പർദീസയിൽ പോകുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകുവാൻ ഏത് തന്നെ കഷ്ടതകൾ വന്നാലും നാം നിലനിന്ന് പോകുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ലോകത്തിലെ പല കാര്യങ്ങളും നിൻ്റെ മക്കളുടെ മുമ്പിൽ കർത്താവ് പ്രലോഭനങ്ങളായി വന്നു നിൽക്കുമ്പോൾ അതിന് അടിമപ്പെട്ട് കർത്താവെ ആ ഒരു ദർശനത്തെ അല്ലെങ്കിൽ ആ ഒരു കനാൻ ദേശത്തെ അല്ലെങ്കിൽ ആ ഒരു പർദീസയെ നഷ്ടമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ ആരെയും അനുവദിക്കരുതേ കർത്താവെ. അപ്പനെ പിടിച്ചു നിന്ന് അങ്ങയുടെ രാജ്യത്തിൽ വരുന്നവരെയും നിൻ്റെ മക്കൾ തെറ്റിപ്പോകാതെ കാത്തു സൂക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.